ഈമാനുകൊണ്ട് ഈമാനിന്റെ ശകലം ബാക്കിയുള്ളതിന്റെ പേരിൽ ആ കുട്ടിക്ക് സാധിച്ചു. അങ്ങനെ കരയാത്ത എത്ര മക്കളുണ്ട് കൂളായിട്ട് അത് കഴിഞ്ഞു അതിനെന്താ എന്ന് ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കണം. വല്ലാത്തൊരു ലോകമാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഈമാനിന്റെയോ തഖ്വയുടെയോ പടച്ചവനെക്കുറിച്ചോ ഉള്ള ചിന്താശകലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു രക്ഷയായിരിക്കും. നമ്മുടെ പെൺകുട്ടികളാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഫിസിക്കൽ അറ്റാക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ അറ്റാക്ക്, കൾച്ചറൽ അറ്റാക്ക്, ഇമോഷണൽ അറ്റാക്കുകൾ നമ്മുടെ മക്കൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയോ പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുക. കാരണം അവർ വഴിതെറ്റി കിട്ടിയാൽ അവരിലൂടെ വഴിതെറ്റുന്നത് ഒരു കുടുംബം ഒന്നാകെയാണ്. അവർക്ക് ജനിക്കുന്ന മക്കള്, അവരുടെ ഭർത്താവ്, അവരുടെ വീട്ടുകാര്, അവരുടെ പരിസരങ്ങൾ, അവരുടെ സൗഹൃദം, ഇത് മുഴുവൻ വഴിതെറ്റിപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. ആണിനങ്ങനെ കഴിഞ്ഞോളുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്റ്റ് വലുതാണ്. പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെയാണ്. നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന, നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സും അല്ലാതെ സയന്റിസ്റ്റുകളും ഒക്കെയായി സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്ന എത്രയോ പെൺകുട്ടികൾ, എത്രയോ സഹോദരിമാർ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കാണാതിരിക്കുകയല്ല. പക്ഷേ ആ വലിയ നന്മകളൊക്കെ ചില ആളുകളുടെ വിവരമില്ലായ്മയുടെ ചില ഇടപെടലുകളെ കൊണ്ട് അപ്രഭമാവുകയാണ്. നമ്മൾ അതിലാണ് വേദനിക്കുന്നത്. വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് ഒരു കാര്യം പറയാണ്. യസുറു മുഖ്ലതഹു മാ ضر മുഹ്ജതഹു ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു നദമു. കണ്ണുകളാണ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുകളിലൂടെയാണ് ഇൻഫോർമേഷൻ, സെൻസുകൾ, ഇമോഷനുകൾ നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത്. കണ്ണിലൂടെയാണ് സന്തോഷവും സങ്കടവും വരുന്നത്. കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് അറിവും അറിവില്ലായ്മയും നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ കാണുന്നതാണ് ഒരു മനുഷ്യന്റെ വിചാരങ്ങളായി, പിന്നീട് കർമ്മങ്ങളായി, വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയാണെങ്കിൽ അതാണ് ജീവിതത്തിന്റെ നന്മ. അത് തിന്മയാണെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു പ്രതിസന്ധിയും അതുതന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. കണ്ണുകളെ നിയന്ത്രിക്കാതെ, കണ്ണുകൾക്ക് നിയന്ത്രണം കൊടുക്കാതെ പുരുഷന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അന്യൊരു പുരുഷൻ അന്യൊരു പെണ്ണിനെ കാണുന്നത്, ഇടപഴകുന്നത് വിശുദ്ധ ഇസ്ലാം കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതാണ്. ഇനിയൊരു തലമുറയോട് വാള് പറഞ്ഞാൽ അങ്ങനൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. എന്തേ, കല്യാണപ്പുരയിൽ ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഭക്ഷണമൊന്നുമില്ല, അങ്ങോട്ട് പോയി ഇരിക്കലെന്നെ. വരുന്നോരിക്കും, ഇപ്പുറത്തൊരു വെമ്പറന്നോൾ ഇരിക്കണ്ട, അപ്പുറത്തൊരു ആമ്പറന്നോ ഇരിക്കണ്ട, അതിൻ്റെ അപ്പുറത്ത് വേറെ കുട്ടി ഒന്നുണ്ട്, അപ്പുറത്ത് വേറെ ചെറുപ്പക്കാരി പെണ്ണിരിക്കുന്നുണ്ടാവും. ആണും പെണ്ണും കൂടി കലർന്ന് ഒരു ലജ്ജയില്ലായ്മ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. സത്യം പറയാലോ, ഇത്ര പെട്ടെന്ന് കല്യാണങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കള്ളാടുണ്ട്, അങ്ങനെ എടുത്തു പോയിക്കണോ? ഉണ്ട്, ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോടല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ടു. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അതൊക്കെ കൂടിക്കലർന്ന് പോട്ടെ. ഭക്ഷണം ചൂടാറൂലെന്ന്, ചൂടുള്ളത് ഇങ്ങനെ ആണും പെണ്ണ്, എന്താ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ വെച്ചതല്ലേ, അങ്ങോട്ട് കഴിച്ചു വേഗം പൊയ്ക്കോട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആവാത്ത രീതിയിലൊക്കെ അത് ചെയ്യാം. അങ്ങനെയൊക്കെ എന്തിന്, അതൊക്കെ പഴമല്ലേ എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കാലം. കണ്ണ് കാണാത്ത ഒരു ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനൊരു സഹോദരി, അല്ലാഹു സഹോദരന് കാഴ്ച ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ. പിന്നൊരു സഹോദരി ഒരല്പം പൈസ ഇതിൽ ഏൽപ്പിച്ച് പള്ളിക്ക് വേണ്ടി അതെൻ്റെ കയ്യിൽ തന്നു കൊടുക്കണമെന്ന് സംഘാടകരോട് പറഞ്ഞു. ഞാനത് അവർക്ക് വേണ്ടി വക്കീലായിട്ടിട്ടാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ഇവിടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. നാളെ സമദ് ഉസ്താദിന്റെ വാദുണ്ടാവും, ചെറുമോത്ത് ഉസ്താദിന്റെ ദുആയും നാളെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന കവറിൽ നിങ്ങൾ നല്ലൊരു സംഭാവന നമ്മുടെ പള്ളിയുടെ ഒരു സസ്റ്റൈനബിൾ ഇൻകം, നമുക്ക് സ്ഥിരമായൊരു വരുമാനം നമ്മുടെ പള്ളിക്ക് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ പരിപാടിയുടെ പിറകിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും നാളത്തെ പരിപാടിക്ക് വരുമ്പോഴേ അതൊന്ന് കാര്യമായിട്ടൊന്ന് കരുതണേ. ഇല്ലാത്തവർക്ക് ഗൂഗിൾ പേ സംവിധാനം വരെ ഉണ്ട്. അടച്ചാണ് ബക്കറ്റും ഒരു ഗൂഗിൾ പേ ഒട്ടിച്ചൊക്കെ നല്ലതാണ്. പൈസ തരാൻ ഉണ്ടോ? അതുമുണ്ട്. വല്ലാത്ത കാലം അല്ലേ? അൽഹംദുലില്ലാഹ്, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. അൽഹംദുലില്ലാഹ്. എനിക്ക് ഗൂഗിൾ പേ ഇല്ലാതെ എങ്ങനെ ചെയ്യലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് നാട്ടിൽ നന്നായിട്ട് നടക്കുന്നൊരു സംഗതി. ആപ്പിൾ പേ ഉണ്ട് കേട്ടോ, അത് ഗൂഗിൾ പേ ഇല്ല എന്നുള്ളൂ. ആപ്പിൾ പേ ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പം ഏതായിരുന്നാലും നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. ആമീൻ. കാര്യമായിട്ടൊരു സംഭാവന നാളെ ഉസ്താദിൻ്റെ ദുആ മജ്ലിസാണ്. അതുകൊണ്ട് ഇജാബത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹു തആല നമ്മളിന്നത് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കണ്ണുകളെ കൊണ്ട് നോക്കാൻ പാടില്ലാത്തത് ആണും പെണ്ണും നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അങ്ങ് ചോർന്നു പോകും. അത് ചെറുപ്പക്കാരെ, കുട്ടികൾ മനസ്സിലാക്കണം. 15-16 വയസ്സ് മുതൽ നിങ്ങൾ സ്കൂളിലാണെങ്കിലും, 16 വയസ്സിനൊക്കെ പ്രായപൂർത്തിയായി, നിങ്ങൾ കോളേജിലാണെങ്കിലും കൂടെ ഗേൾസും ബോയ്സും ഇരിക്കുന്ന ക്ലാസ് റൂമായിരിക്കും. അങ്ങനെയായിരിക്കും ഒരു കോളേജിന്റെ സിസ്റ്റം. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ അതൊക്കെ അനുവദിക്കപ്പെടുന്നതാണ് എന്ന് വിചാരിച്ച് എൻ്റെ ശറഅ് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ 10th കഴിഞ്ഞ കുട്ടികൾ നിർബന്ധമായും, അതിൻ്റെ മുമ്പുള്ളവരും 9ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ വിചാരവും ചിന്തയും മനുഷ്യനിൽ വരുന്നതോടുകൂടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിയന്ത്രണം വേണം. അന്യ പെണ്ണിനോട്, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നിടത്ത് കടുത്ത നിയന്ത്രണം ശറഅ് വെച്ചിരിക്കുകയാണ്. അത് കൂടെ പഠിച്ചു, ക്ലാസ്മേറ്റ്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടൊന്നും ഹലാലാവില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ 990-ലെ 10ാം ബാച്ച് സംഗമം, 2000-ലെ +2 ബാച്ച് സംഗമം എന്നൊക്കെ പറയുമ്പോഴേ നാട്ടിലെല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിലൊക്കെ വലിയ ഡേഞ്ചറുകളുണ്ട് എന്ന് അനുഭവത്തിലൂടെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രേമൊക്കെ മറന്ന് മായ്ച്ച് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ പോയതാ. പിന്നെയാണ് ഇതൊക്കെ രണ്ടാമത് കണ്ടുമുട്ടുന്നത്. അപ്പൊ ഇബ്ലീസ് അവിടെ ശരിക്കും വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഫിത്തനകൾ ഉണ്ടാകും, മനസ്സുകളിലേക്ക് വേണ്ടാത്ത ചിന്തകൾ വരും. അത് പിന്നെ പാതകത്തിലേക്ക് മാറും. അത് പിന്നെ അപകടത്തിൽ ചെന്ന് ചാടും. പിന്നെ ദുഃഖിക്കും. പിന്നെ കുടുംബം തെറ്റിപ്പോകും. തൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. അങ്ങനെ എത്രയൊക്കെ സംഭവങ്ങൾ മഹാന്മാർ അതിൽ ഉണർത്തിക്കൊണ്ടാണ് ഈ 2 വരി പാടിയത്. കണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. കണ്ണിന് സന്തോഷം നൽകുന്നതാണ്. ഒരു അന്യൊരു പുരുഷൻ ഒരു അന്യ സ്ത്രീയെ, ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ, അതിന് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഞങ്ങളുടെ ഫേസ്ബുക്കിലാവട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഇനി ബുക്ക് വരാണ്ടോന്നറിയില്ല, ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ, അതിലൂടെ നമുക്കൊരു നോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നോട്ടം നിങ്ങളുടെ ശരീരത്തെ ആസ്വദിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് പിടക്കുന്നുണ്ട് അവിടെ. എന്തേ? ഒരു നിക്കാഹിലൂടെ എനിക്ക് ഹലാലാവാത്ത ഒരാൾ, എങ്ങനെയാണ് ഞാൻ അവരുമായി സൗഹൃദമുണ്ടാക്കുക? വെറുതെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയും ചില ആൺകുട്ടികളും പെൺകുട്ടികളും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്താ ഉസ്താദന്മാർക്ക് എന്താ അത്ര പ്രശ്നം? പ്രശ്നമില്ല മോനെ. അള്ളാഹുവിൻ്റെ ശരീഅത്തിന്റെ വിഷയം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഞാനൊരു മിയർ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു പെണ്ണിൽ ഒരല്പമെങ്കിലും സൗന്ദര്യം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, വെറും ഒരു ഫ്രണ്ട് എന്നവൻ പറഞ്ഞു നടക്കുകയാണെങ്കിൽ, ഒന്നുകിൽ അവൻ ആണാവില്ല, അല്ലെങ്കിൽ അവനിൽ ആണത്വമുണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു ദിവ്യനായിരിക്കണം. മനുഷ്യനാണോ? എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിന്നോടൊരു കാര്യം എനിക്ക് തുറന്ന് പറയാനുണ്ടായിരുന്നു എന്നൊരു മെസ്സേജ് അവൻ ആ പെണ്ണിന് കൈമാറിയിരിക്കും.
അതാണ് തിന്മയിലേക്കുള്ള വാതിൽ. ഒരു കാര്യം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ എന്ന് കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും ഇവൻ അവളോട് പറയും. അവളിൽ ഒരൽപ്പം സൗന്ദര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവനാണെങ്കിൽ എന്തേ മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഒരാണൊരു പെണ്ണിനെ കണ്ടുമുട്ടുമ്പോ ആ രണ്ടുപേരിന്റെ കൂടെ മൂന്നാമനായി പിശാചുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ ചൈസ്റ്റിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. ഇനി തൗബ ചെയ്ത് മടങ്ങലല്ലാതെ വഴിയില്ല. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആണിനും പെണ്ണിനും തൗബയുടെ ഒരു വാതായനമല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ ആ സുഖം ആസ്വദിച്ചത്, കണ്ടത്, അവരുമായി സൗഹൃദം പങ്കിട്ടത്, ഒരുമിച്ച് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ യാത്ര പോയി അങ്ങനെ പരിചയപ്പെട്ടു തുടങ്ങിയത്, ഫോണിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു തുടങ്ങിയത്, ഈ സംഭവങ്ങളൊക്കെ ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു നദമു, ഇതിൻ്റെയൊക്കെ ശേഷം ഒരു സങ്കടമാണ് പിറകെ വരുന്നതെങ്കിൽ ഈ സങ്കടത്തിന്, ഈ സന്തോഷത്തിന് എന്ത് വില കൊടുക്കണം? എന്തിന് വേണം ഇത്? ഈ സങ്കടം, ഈ സന്തോഷത്തിന്റെ പിന്നെ ഇപ്പൊ സന്തോഷമാണ്. ആ സന്തോഷം ശരീരത്തിന്റെ സന്തോഷം മാത്രമാണ്. യസുറു മുഖലതഹു മാ ദറ മുഹ്ജതഹു, മനുഷ്യന്റെ റൂഹിന്, ആത്മാവിന് അത് വേദനിപ്പിക്കുന്ന നോട്ടമാണത്, വേദനിപ്പിക്കുന്ന സൗഹൃദമാണത്. ലാ മർഹബൻ ബിസുറൂരിൻ ജാഅ ബിന്നദമി ബഅദഹു നദമു, സങ്കടം വരുത്തി തീർക്കുന്ന ഒരു സന്തോഷം എന്തിനു വേണം? അതിനാണ് അല്ലാഹു നിക്കാഹ് വെച്ചത്. അതിനാണ് കുടുംബ ബന്ധങ്ങളെ ഇസ്ലാം ലെജിറ്റിമേറ്റ് ചെയ്തത്. നിയമപരമായി ഒരാണിനൊരു പെണ്ണിനെ സമീപിക്കാനുള്ള അള്ളാഹു വെച്ച വാതിൽ നിക്കാഹിന്റെ വാതിലാണ്. ആ വാതിലിലൂടെയാണ് ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. സ്നേഹം, പ്രേമം, അനുരാഗം, അഫെക്ഷൻ, അഫെയർ, സോഫ്റ്റ് കോർണർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സംഗതി ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതാണ്. ഇത് മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തു കഴിഞ്ഞ് തീർന്ന് പിന്നെ ഒരു കല്യാണത്തിന് വരുമ്പോ ആ ജീവിതം ഡ്രൈ ആയിരിക്കും. കാരണം ഒരുപാട് ടോണ്ടിങ് മെമ്മറീസ്, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ. തന്നെ ഇപ്പം മാത്രം കണ്ട് പരിചയപ്പെട്ട ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ കാമുകന്മാരുടെ, കാമുകിമാരുടെ കൂടെ കഴിഞ്ഞ ആ ഒരു വേദനിപ്പിക്കുന്ന ചിന്തകള് നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാൻ, ജീവിതം ഒരു സങ്കടത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ഇതൊന്നും പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. അങ്ങോട്ട് എത്തിക്കരുത് എന്ന് പറയാൻ. നിങ്ങൾക്ക് പ്രേമിക്കണോ? നിങ്ങൾക്ക് വിവാഹത്തിന് സമയമാകുന്നവരെ കാത്തിരിക്കണം. വിവാഹം ചെയ്യാനൊന്നും ആയിട്ടില്ല, പഠിക്കാൻ എങ്കിൽ വൈകാരികമായ മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശപ്പുള്ള നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണം മക്കളെ. ഫഇന്നഹു ലഹു വിജാ, ആ നോമ്പ് കൊണ്ട് നിങ്ങളുടെ വികാരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയുന്ന ഒരു പെണ്ണിന്, when you are able to give her food and shelter and protection, you may marry her. അതുവരെ നീ കാത്തിരിക്കണം. ഭക്ഷണവും സംരക്ഷണവും സുരക്ഷയും ഒരു പെണ്ണിനെ നിനക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സമയമാകുന്നതുവരെ നിന്റെ വികാര നിയന്ത്രണത്തിന് ഹറാമിന്റെ വഴികളിലേക്ക് നിങ്ങൾ പോകരുതേ. പുണ്യ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. അതാണും പെണ്ണും അങ്ങനെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഖുർആൻ വിശുദ്ധ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, സമയമായാൽ ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞത് 3 എണ്ണമാണ്. നമ്മളത് കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ്. വാങ്ക് കൊടുത്ത നിസ്കാരത്തിന് സമയമായാൽ ഉടനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. 2, ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ ഗൾഫിൽ നാൾ വരട്ടെ, ഖത്തറിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഫ്ലൈറ്റ് നാളെ രാവിലെ, ഒന്നും കാത്തിരിക്കേണ്ട. ഒരാൾ മയ്യത്ത് മരണപ്പെട്ടാൽ ആ ബോഡി ചൂടാറും മുമ്പ് ആ മയ്യത്തിനെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം. മക്കൾ വരുന്നുണ്ട്, ഖബറിൽ പോയി നിസ്കരിച്ചോട്ടെ. മയ്യത്തിനെ കാത്തുവെക്കരുത്. 3ാമത് പറഞ്ഞത്, ഒരു പെൺകുട്ടിക്ക്
വിവാഹത്തിന് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ, അവൾക്കൊരു കാമുകനൊക്കെ വേണം, ഒരാണൊക്കെ വേണം എന്നിത്യാദി തമാശകളൊക്കെ അവൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് അവളുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. പിന്നെ പഠിച്ചോട്ടെ, വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മെഡിസിൻ പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ്, ഇസ്ലാമിക് ഫിലോസഫി ആൻഡ് തിയോളജി മഹദി പഠിച്ചത് വിവാഹിതയായതിന് ശേഷമാണ്. ആയിഷ ബീവി ഖുർആൻ ഹിഫ്ള് ചെയ്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. ബീവി റളിയല്ലാഹു അൻഹ ഇൽമുൽ അൻസാബ് പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ഷിഅറും ഇൽമുൽ അദബും പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. എത്ര ശാസ്ത്രശാഖകൾ മഹദി പഠിച്ചു റളിയല്ലാഹു അൻഹ, ഒക്കെ നബി തങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അപ്പൊ കല്യാണം ഒരിക്കലും വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. അതല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന പലരുടെയും കൂടെ ഇറങ്ങിപ്പോകാവുന്ന ഒരു ടെൻഡൻസി അവരുടെ ചിന്തകളിൽ പിശാച് കൊണ്ടുവരും. അത് പിശാചിന്റെ വലിയൊരു ചതിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഖത്തറിലാണ്. ഞാൻ അദ്ദേഹം ഒരുമിച്ച് വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, എനിക്ക് അങ്ങനെ കരയാൻ പറ്റുന്നില്ലല്ലോ, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, എനിക്ക് നന്നാവണം. മുമ്പ് ഞാൻ ശരിക്കും നിസ്കരിച്ചിരുന്ന ആളാണ്, അതൊക്കെ ഇച്ചിരി ഒരു ബാക്കിലായിട്ടുണ്ട്. എൻ്റെ ഈമാൻ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഈമാനിലേക്ക് തിരിച്ചു വരണം, എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം. ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അള്ളാഹു നൽകുന്ന ഒരു നല്ല അനുഗ്രഹമാണ്. കരയാൻ കഴിയാന്ന് പറഞ്ഞാൽ, എനിക്ക് നന്നാവണമെന്ന തോന്നൽ വരുന്നത് വലിയ അനുഗ്രഹമാണ്. പലർക്കും അത് തോന്നില്ല. അത് സാരല്ല, പോട്ടെ, നാട്ടിലെല്ലാവരും അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെ. നാളെ അള്ളാഹു നിന്നെ ഒറ്റക്കാണ് ചോദ്യം ചെയ്യുന്നത്, നാട്ടുകാരെ മുമ്പിലിട്ടിട്ടില്ല. നാട്ടുകാരെ എല്ലാം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്നാ പൊയ്ക്കോ, അത് പറയോ പടച്ചവൻ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ഒറ്റയ്ക്കാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് അള്ളാഹു പറയുന്നു. പടച്ചവൻ നമ്മോട് റഹ്മത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മളെപ്പറ്റി നമുക്ക് തിന്നാനും ഉടുക്കാനും ഭക്ഷിക്കാനും ആഹരിക്കാനും മോഡലുകളും ബ്രാൻഡുകളും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ട കോണ്ടിനെന്റൽ ഫുഡുകളും നമ്മുടെ ഓണം കേറാ മൂലകളിൽ വരെ നമ്മുടെ നാടുകളിൽ റെസ്റ്റോറൻറ്റുകളും നമ്മുടെ കല്യാണങ്ങളും സദ്യകളും വിഭവ സമൃദ്ധമായ നിഅ്മത്തിന്റെ മഹാപെരുമഴയാണ്. നമ്മുടെ ഈമാനോ അതിനനുസരിച്ച് ശുക്രോ വല്ലതുണ്ടോ, അത് താഴെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഗൗരവമായ അള്ളാഹുവിന്റെ ഇടപെടൽ വരും. അതുകൊണ്ട് കണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീഡിയോകൾ കാണുന്നത്, മലിനമായത് കാണരുത്. ന്യൂഡിറ്റി, മനുഷ്യന്റെ നഗ്നത കാണിക്കുന്നത് ഒരു മനുഷ്യൻ കാണരുത്, കാണാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ വല്ല പരസ്യം വരുമ്പോഴേക്കും അതിനെ സ്വൈപ്പ് ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് സ്വൈപ്പ് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ചിലപ്പോൾ വാള് കേൾക്കുന്നതിന് പരസ്യം കയറി വരും അല്ലേ? ചില ആളുകൾ അങ്ങനെ വാള് പറയുന്ന, ഞാൻ അവരെ കുറ്റം പറയല്ല, അവർക്ക് ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവനവൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അവർക്കത് ചെയ്യാം. എൻ്റെ പേരിൽ ഒരുപാട് ചാനലുണ്ട്, അവരൊക്കെ പരസ്യം കൊടുക്കുന്നവരാ. എൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു ചാനലാണുള്ളത്, ആ ചാനലിൽ പരസ്യം ഉണ്ടാവില്ല. അതിപ്പോൾ ലൈവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിൽ പരസ്യം ഉണ്ടാവില്ല. അത് പൈസ വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയോ, അതൊന്നും ഒരു ത്വാഹിറല്ല, ഒരു ശുദ്ധിയുള്ള ഒരു മുതലല്ല അത്. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. പക്ഷേ നമ്മൾ ഏത് വാള് കേൾക്കുമ്പോഴും ഇടയിലൂടെ ചില പരസ്യങ്ങൾ കയറി വരുമ്പോഴേക്കും ആ പറഞ്ഞ വിഷയവുമായി നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, നേരെതിരായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ആ പരസ്യത്തിലൂടെ കിട്ടുക. മനസ്സിലായില്ലേ? ഉടനെ സ്വൈപ്പ് ചെയ്യണം, നമ്മളത് എടുത്തു കളയണം. നമ്മുടെ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് ബാറുകളിൽ ഒരുപാട് ഫ്രീ ആപ്പുകൾ വരും, ഡേറ്റിംഗ് ആപ്പുകൾ. അങ്ങനെയാണ്. ഒറ്റയ്ക്കിരിക്കുകയാണോ, നിങ്ങൾക്കൊരു പെണ്ണിനെ പരിചയപ്പെടേണ്ടതുണ്ടോ, ദാ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. കുട്ടികളോടായി പറഞ്ഞു കൊടുക്കുന്നതേ അത്തരം ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ പാച്ച വ്യഭിചാരം ചെയ്യാൻ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ കൂടെ അങ്ങനെ കൊണ്ടുനടക്കാൻ. അത് 2, 3, 4, 8 മാസം, ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലം കൊണ്ടുനടന്നിട്ട് കഴിഞ്ഞു, നീ പോയിക്കോ, ഞാൻ വേറെ നോക്കട്ടെ എന്ന് പറയും. അതാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ
ഇംഗ്ലീഷുകാരൻ തുടങ്ങി വെച്ചു, നമ്മുടെ നാട്ടിലൊക്കെ അത് എത്തിക്കഴിഞ്ഞു. അതാണ് ഇന്റർനെറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ടാവില്ല, എല്ലാവർക്കും ഓപ്പണാണ്. വല്ലാത്ത ഡേഞ്ചറാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ആപ്പുകളിലൂടെ നമ്മുടെ മക്കൾ കയറി ചെല്ലും. ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ റെഡിയാന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡും അൺപെയ്ഡും അല്ലാതെയുമായി മനുഷ്യനെ കൊതിപ്പിച്ച് വിവാഹം ആലോചിച്ചിട്ട് പോലുമില്ലാത്ത, ആലോചിക്കാൻ പ്രായമായിട്ടില്ലാത്ത ആണും പെണ്ണും ഇത്തരം സൈറ്റുകളിൽ കയറിയിട്ട് അതിൻ്റെ ഇരകളായി മാറി ശരീരവും മനസ്സും ആത്മാവും പിച്ച് ചീന്തപ്പെട്ടുകൊണ്ട് പിന്നീട് അവർ പുറത്തു വരും, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ. ഉമ്മയും വാപ്പയും അറിയാതെ അടച്ചിട്ടൊരു റൂമിനുള്ളിൽ ഒരു പെണ്ണിന് തന്റെ ന്യൂഡിറ്റി, തന്റെ ശരീരം വസ്ത്രമഴിച്ചുകൊണ്ട് മറ്റൊരാളിന് എവിടെയോ കിടക്കുന്നൊരു മനുഷ്യന് ഇത്ര പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരസ്പരം ന്യൂഡിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത്. വളരെ ഡേഞ്ചറാണ്. ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിന്റെ കണ്ണിനെ നീ സന്തോഷിപ്പിക്കുന്നത്. ലാ മർഹബൻ ബിസുറൂരിൻ ജാഅ ബിന്നദമി, സങ്കടം കൊണ്ടുവരുന്ന സങ്കടമേ നിനക്കിവിടെ സ്വാഗതമില്ല എന്ന് മനുഷ്യന് പറയാൻ കഴിയണം. സങ്കടം കൊണ്ടുവരുന്ന സന്തോഷമേ നിനക്കിവിടെ സ്വാഗതമില്ല, നിന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല, നിന്നെ എനിക്ക് വേണ്ട. കാരണം ഈ സന്തോഷത്തിന്റെ പിറകെ എനിക്ക് ആപത്താണ് വരാനിരിക്കുക, എന്റെ ഈമാനാണ് ചോർന്നു പോകുന്നത്. ലാ യസ്നി الزاني حين يزني وهو مؤمن. വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ അവന്റെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന് വ്യഭിചാരമുണ്ട്, ആ കണ്ണിന്റെ വ്യഭിചാരം അന്നളറു, നോക്കലാണ് എന്ന് പരിശുദ്ധ റസൂൽ. നാവിന്റെ വ്യഭിചാരമുണ്ട്, നാവിന്റെ വ്യഭിചാരം വൈകാരികമായ വാക്കുകൾ അന്യൊരാളോട്, തനിക്ക് അനുവദിക്കപ്പെടാത്ത ഒരാളോട്, ഒരു പെണ്ണിനോട് ഒരു ആണും ഒരു ആണിനോടൊരു പെണ്ണും അത്തരം വാക്കുകൾ സംസാരിക്കുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. കയ്യിന് വ്യഭിചാരമുണ്ട്, കാലിനുണ്ട്, കാലുകളെ കൊണ്ട് നടന്നു പോകുന്നതും നടന്നെടുക്കുന്നതും യാത്ര ചെയ്യുന്നതും ബൈക്ക് പിടിച്ചു പോകുന്നതും വാഹനം ഓടിക്കുന്നതും കൈകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണെങ്കിൽ ആ സമയത്തൊക്കെ മനുഷ്യന്റെ ഈമാൻ കൽബിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നു. അവനിൽ ഈമാനില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈക്കെടുത്ത് ഓടാൻ അവന്റെ കൈ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാർ കൊണ്ട് ആക്സിലേറ്റർ ചവിട്ടുന്നുണ്ട്, അവിടെ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, വാഹനം ഓടിച്ചു പോവാൻ. പക്ഷെ പോകുന്നത് ഒരു തിന്മയിലേക്കാണ്. എന്റെ കാമുകിയെ കാണാനാണ് പോകുന്നത്, കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നത്, എവിടേക്കാവാം. കാലുകൊണ്ടുള്ള വ്യഭിചാരം, ആ യാത്രയിലുടനീളം ഒരു മനുഷ്യന്റെ ഈമാൻ അല്ലാഹു എടുത്തു കളയുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കുട്ടികളെ, ട്രെൻഡ്, ലോകത്ത് പല ട്രെൻഡും വരും. കുറെ വന്നു, ഇപ്പൊ കുറെ നടക്കുന്നു, ഇനി പല ട്രെൻഡുകളും ഇതിന്റെ പിറകെയും വരും. നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടമാണ്. പുണ്യ റസൂലും അള്ളാഹും ഇഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ ട്രെൻഡ് നിൽക്കുന്നത്. നമുക്ക് പ്രേമിക്കണം, സ്നേഹിക്കണം. ആരെ? തന്റെ ഉമ്മയെ, തന്റെ ഉപ്പയെ, തന്റെ സഹോദരിയെ, തന്റെ സഹോദരനെ, തന്റെ ഭർത്താവിനെ, തന്റെ ഭാര്യയെ. തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അത് പവിത്രമായ നിർബന്ധമായ പ്രേമമാണ്. നിങ്ങൾ പ്രേമിക്കണോ? ഭാര്യയെ പ്രേമിക്കണം. പെൺകുട്ടികളെ, നിങ്ങൾക്ക് പ്രേമിക്കണോ? നിങ്ങളുടെ ഭർത്താവിനെ പ്രേമിക്കണം. അവരോട് കൂടെയാവണം നിങ്ങളുടെ ഹാങ് ഔട്ട്സ്. നിങ്ങളുടെ ഡേറ്റിംഗ് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെയാ. അത് ഹലാലായ ഡേറ്റിംഗാണ്, മറ്റേത് ഹറാമാണ്. ആൺകുട്ടികൾ മനസ്സിലാക്കണം, പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേന് വീണു പോകുന്ന കുട്ടികളാപ്പോൾ, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ ചെക്കനെ സർവ്വ കുട്ടികളോട് പറഞ്ഞെടുക്കല അവന്റെ പണി. അത് ഈ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ. പഠിച്ചോനെ, എന്നോട് ഇത്രയും കാലം ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ സൗന്ദര്യം കണ്ടെത്തിയ എൻ്റെ മനസ്സിന്റെ രാജകുമാരൻ, മണ്ണാങ്കട്ട. പച്ചയായ ഹറാമിലേക്ക് മക്കള് വഴുതി വീഴുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര സറ്റിലാണ്, എത്ര നിസ്സാരമായിട്ടാണ്. പെൺകുട്ടികളുടെ ഇസ്സത്ത് ഉണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക്. ചക്കന്മാരുടെ തോളിൽ ചെന്ന് കൈവിടാ. ആര് കൂടെ പഠിച്ചൊരു ബന്ധേ ഉള്ളൂ, കോളേജിൽ ഒരുമിച്ചുള്ള ബന്ധേ ഉള്ളൂ. അപ്പോഴേക്കും തോളിൽ പിടിച്ച് തോണ്ടി മുടിയിൽ കളിച്ച് കുപ്പായത്തും ഇട്ടുകൊടുത്ത്, ആരിത്? ഒരു ബന്ധമില്ലാത്ത പെണ്ണ് ഇവൻ നിന്നൊടുക്കും ചെയ്യാം. പെൺകുട്ടികൾക്കൊരു ഹയാ വേണം, ലജ്ജ വേണം, മോഡസ്റ്റി വേണം, ചേസ്റ്റിറ്റി വേണം, ഓണർ വേണം, ഡിഗ്നിറ്റി വേണം, ഇസ്സത്ത് വേണം. അത് നിങ്ങൾ കളഞ്ഞു കുളിച്ചാൽ ആരും നിങ്ങൾക്കത് തരാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട, കാത്തു വെക്കേണ്ട നിങ്ങളുടെ അഭിമാനം നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത് മക്കളെ.
ആൺകുട്ടികളും അങ്ങനെ തന്നെ പൂവാലന്മാരായി പിന്നാലെ നടന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിന് തടസ്സവും അപകടവും ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഉത്തരവാദിത്വം അല്ലാഹു ആണിന്റെയും പെണ്ണിന്റെയും ചുമലിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ആണും പെണ്ണും വ്യത്യസ്തമായ 2 ഡ്യൂട്ടികൾ ഈ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കണം. വലിയൊരു ദൗത്യമുണ്ട്. ശുദ്ധ റമദാൻ വരുന്നത് ഒരു പുനർവിചിന്തനത്തിന് സഹായകമാവട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പുരുഷന്മാരെ മുഴുവനും ലോകത്ത് വരാനുള്ള ഒരു കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞ പുരുഷന്മാരായി ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ആളുകളോടുമായി പുണ്യ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ശകലമാണിത്. അലാ അറിയണേ, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങളുടെ ആശ്രിതരായി, നിങ്ങളുടെ ജീവിത പങ്കാളിയായി, നിങ്ങളുടെ രഹസ്യമറിയാൻ, നിങ്ങളുടെ കൂടെ പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലി നിക്കാഹ് ചൊല്ലി നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നന്നായി പരിരക്ഷിക്കണമേ. അവർക്ക് ഇമോഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ശാരീരികമായ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇമോഷണൽ പ്രൊട്ടക്ഷൻ. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിങ്ങളവരെ വഴിയാധാരമാക്കി പോവല്ലേ. വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നമാ ഹുന്ന ഇൻദകും അവാൻ ഫഇന്നമാ ഹുന്ന അവാനുൻ ഇൻദകും. നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരാണവർ. അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനൂ ലഹുന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിൻ. ആ പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പുരുഷന്മാരെ, നിങ്ങളവർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പെരുമാറ്റവും അവർക്ക് നൽകണമേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ഡിഗ്രി എടുത്തവരാണോ, PhD ഉള്ളവരാണോ, മെഡിസിൻ പഠിച്ചവരാണോ, എഞ്ചിനീയറാണോ, ഗൾഫിൽ അത്ര ശമ്പളമുള്ള ആളാണോ? ആരാ നിങ്ങളിൽ ഏറ്റവും നല്ലവര്? ആരാ നല്ലവര്? പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ നിസ്കരിക്കുന്നവരോ, ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അവർക്ക് ഫർളേ പറ്റുന്നുള്ളൂ. അവർ ജോലിക്ക് പോകുന്നവരാ, അവർ ഉറക്കൊഴിക്കുന്നവരാ, അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, കുറെ നോമ്പ് വിൽക്കാൻ അവരെ കൊണ്ട് പറ്റില്ലെന്ന് വരും. ആരാണ് ഏറ്റവും നല്ലവർ? ഒരു മനുഷ്യനിലെ ഗുഡ്നെസ്, ഒരു മനുഷ്യന്റെ നന്മ അളക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി നമുക്കൊക്കെ താവാൻ പറ്റും. ഖൈറുക്കും, the best of you, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലി അഹ്ലിഹി, are the best to their wives. സ്വന്തം കെട്ടിക്കൊണ്ടെന്ന പെണ്ണിനോട് നല്ല നിലക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഭർത്താവാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളി കമ്മിറ്റി ആയിരിക്കും, നമ്മൾ ഉറൂസ് കമ്മിറ്റിയിലുണ്ടാവും, നേർച്ച കമ്മിറ്റിയിലുണ്ടാവും, പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടാവും, പാർട്ടിയുടെ പ്രധാന സാരഥ്യം വഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അതോടൊപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഭർത്താവും നല്ല വാപ്പയുമാവാൻ കഴിയണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കാം. നമ്മൾ നല്ലവരാകുന്നത് ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ പ്രേമം വേണ്ടെന്ന് പറയാൻ കാരണം എന്നറിയോ? അത് ഉത്തരവാദിത്വമില്ലാത്ത കളിയാണ്. അത് എപ്പോഴും ഇട്ടേച്ചോടാൻ പറ്റും. പെണ്ണ് വിചാരിക്കും അല്ലാഹ് ഇവന്നെ കെട്ടാൻ പോവുകയാണ്, അപ്പൊ പിന്നെ അവൾ ഉള്ളത് മുഴുവൻ അപ്പുറം അങ്ങോട്ട് കൊടുക്കും. അവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ വേറെ മേച്ചിൽപ്പുറം തേടി പോകും. അത് പുരുഷന്മാരുടെ പ്രകൃതം ബഹുഭൂരിഭാഗം അങ്ങനെയാണ്. പെൺകുട്ടികളുടെ ചിന്തകൾ അങ്ങനെ ആവണമെന്നില്ല. അവർ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെയൊന്നും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല മോളെ, അത് നീ മനസ്സിലാക്കണം. ഇട്ടേച്ചു പോകും. വ്യഭിചാരത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചെന്ന് വരും, അതിന് അബോർഷൻ ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്തെന്ന് വരാം. ഹറാമുകൾ ആരംഭിച്ചു കഴിഞ്ഞു, മാനസികമായി തകരും. അവൻ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോയി, ഇനി എനിക്ക് നിന്നെ വേണ്ടാന്നൊരു മെസ്സേജ് കൂടെ വന്നാൽ അവൾ തകരും. ചിലർ ആത്മഹത്യയിലേക്ക് പോകും. ഇനി എനിക്ക് ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സിൽ ഒരാൾ കയറിക്കൂടി, ഇനി എൻ്റെ മനസ്സിന് ഒരാൾ ഉൾക്കൊള്ളാൻ ഒക്കെ ശരിയാണ്. കാം ഡൗൺ, റിയാലിറ്റി മനസ്സിലാക്കണം. അതങ്ങനെ സംഭവിച്ചു.
നിന്റെ ജീവിതം നിനക്ക് പരിശുദ്ധമാക്കാൻ ഇനിയും അവസരമുണ്ട്. തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങുമോളെ. ഹലാലായ ഒരു ഭർത്താവിനെ നീ സ്വീകരിക്കുക. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. It's a divine covenant. പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലിയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് നിക്കാഹ് എന്ന് പറഞ്ഞ സവ്വജ്തുക വൻകഹ്തുക എന്ന് പറഞ്ഞ് ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരി എന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ അവളിൽ ജനിക്കുന്ന മക്കളുടെ ഔദ്യോഗിക പിതാവ് ഇവനാണ്. അവളുടെ ഔദ്യോഗിക ഗാർഡിയൻ ഇവനാണ്. അവളെ രക്ഷിക്കേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഇമോഷണൽ, ഫിസിക്കൽ, ഇക്കണോമിക്കൽ സ്ട്രെങ്ത് നൽകേണ്ടത് ഇവനാണ്, ഈ ഭർത്താവാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ഭർത്താവിന് കഴിയില്ല. നിക്കാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ കാമുകന്